നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ഇടയ്ക്ക് വൈറലായി എയറിലായി പോയിട്ടുണ്ടായിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നല്ലോ. അത് തന്നെ ശ്രേയാണ് കേട്ടോ. ഇത് ശ്രേയുടെ ചേച്ചിയും ഞാനും ഒരുമിച്ച് ഒരു ട്രെയിനിങ് സെന്ററിലായിരുന്നു. അതിനു മുന്നേ നമ്മൾ ഫിസിക്കൽ ട്രെയിൻ ചെയ്തത് ഒരിടത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ശ്രേയയുടെ ചേച്ചിയുടെ പേര് കീർത്തന എന്നാണ്. കീർത്തന മുഖാന്തരമാണ് എനിക്ക് ശ്രേയനെ പരിചയം. ഒരാളെ വിളിച്ചിട്ട് ഞാൻ 1.5 മണിക്കൂറിന് മേളില് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയും അപ്പൂസും പറയുന്ന സ്ഥിരം ഡയലോഗാണ്, ഒന്നെങ്കിൽ കീർത്തനയായിരിക്കും, അല്ലെങ്കിൽ ശരണ്യായിരിക്കും, അല്ലെങ്കിൽ സജിതയായിരിക്കും. ശ്രേയുമായിട്ട് പേഴ്സണലി വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിലും ശ്രേയയുടെ A to Z കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ കീർത്തന മുഖാന്തരം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് കീർത്തനയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ശ്രീയാൻവിയുടെ, നമ്മൾ മിക്കു എന്നാണ് വിളിക്കുന്നത്. 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് ശ്രേയനെ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അവള് പറയുന്നുണ്ടായിരുന്നു 3 ദിവസത്തേക്ക് വെളിയിൽ ഇറങ്ങുന്നില്ലെന്ന്. അത് ഞാൻ അറിഞ്ഞ കാര്യമാണെങ്കിൽ അവളെ കാണുമ്പം അവളോട് ചോദിക്കേണ്ട എന്തെങ്കിലുമൊക്കെ. നമ്മൾ എത്ര ബോൾഡ് ആണെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയട്ടെ, ഇത് മൈൻഡ് ആക്കേണ്ടതെന്ന് നമ്മളോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ നമുക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലേ. നമ്മൾ ഒരുപാട് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വന്ന് തെറി വിളിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഞാൻ സമ്മതിക്കുവാണ് ശ്രേയനെ. അവളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് സങ്കടം വന്ന് അത് ദേഷ്യമൊക്കെ ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ ഓക്കെ ആണ് കേട്ടോ. അവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. വൈറൽ ചേച്ചി, അതെ പട്ടിഷോ ചേച്ചി അങ്ങനെ പറയാം.